ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ കുഞ്ഞെ, എന്താ വിളിച്ചേ? ആ ശാന്തിച്ചി ഇപ്പൊ സത്യമ്മയുടെ വീട്ടിലില്ലേ? ആ ഉണ്ട് കുഞ്ഞെ. സത്യമ്മ ഉണ്ടോ അടുത്ത്? ഇല്ല, ഞാൻ വീണ്ടും പുറത്ത് നിൽക്കുന്നേ. അതെ ശാന്തിച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഫോണൊന്ന് അച്ഛന് കൊടുക്കോ? എനിക്കൊരു കാര്യം പറയാനാ. അതിനെന്താ, ഞാൻ കൊടുക്കാലോ. ദേ ഇപ്പൊ തന്നെ കൊടുക്കാം. സാറ് മുറ്റത്ത് തന്നെ നിപ്പുണ്ട്. ഇടോ പിള്ളേ, കുറച്ച് ചാണകപ്പൊടിയും കൂടെ സംഘടിപ്പിച്ചിടണം, എന്നാലേ വളർച്ച നന്നാവത്തുള്ളൂ. രാഘവൻ സാറേ, ദേ ശാലിനി കുഞ്ഞാ വിളിക്കുന്നേ. സാറിനോട് എന്തോ പറയാനുണ്ടെന്ന്. മോളെ, അച്ഛനാ? എന്താ പറയാനുള്ളേ? അച്ഛാ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? സുഖമൊക്കെ തന്നെ. അല്ല, മോളെന്താ വിളിച്ചേ? എന്തോ കാര്യം ഉണ്ടാവുമല്ലോ. അച്ഛാ, കുട്ടികൾക്ക് ഒരു മൂഡ് ഓഫ്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ടൂർ പോവാന്ന് വിചാരിച്ചു. അത് നല്ല കാര്യമാണ് മോളെ. കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. പിന്നെ ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മോളെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് നല്ല കാര്യമാണ്. അല്ല പിന്നെ, അതെ, വിഷ്ണു എന്താ പറഞ്ഞു? അവരീ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ. അത് ഒന്ന് വിഷ്ണുവേട്ടനോട് അവതരിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ വിളിച്ചേ. ചിലപ്പോ ഞാൻ പറഞ്ഞ ശരിയാവില്ല. അച്ഛനാവുമ്പോ പിന്നെ ഒന്നും എതിർത്ത് പറയില്ലല്ലോ. അല്ല മോളെ, അത് പിന്നെ എപ്പോഴത്തേക്ക് യാത്ര? അതിപ്പോ ഉടനെ തിരിക്കണോ അച്ഛാ? റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടന്റെ സമ്മതം കൂടി കിട്ടിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ അച്ഛാ? അത് മക്കളെ കാര്യങ്ങൾ നീക്കിക്കോ. അവനെ സമ്മതിപ്പിച്ച് അങ്ങോട്ട് അയക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. അല്ല, എന്നിട്ട് മക്കളൊക്കെ എന്ത് ചെയ്യും? ഇതാ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അച്ഛനാ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. ആഹാ, അച്ഛന്റെ പപ്പിക്കുട്ടിക്ക് സുഖമാണോ? സത്യമൊക്കോ? അതെ, അമ്മ ടൂർ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. പോയിട്ട് വരുമ്പോഴേ അച്ഛന് നിങ്ങൾ രണ്ടാളോട് എന്താ കൊണ്ടുവരാ? എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. അച്ഛന് എന്താ വേണ്ടേ? സ്വീറ്റ്സ് വല്ലതും മതിയോ? അതോ ഫ്രൂട്ട്സ് വേണോ? ഒന്നും വേണ്ട. എന്റെ മക്കളുമാ ടൂർ കഴിഞ്ഞ് വന്നിട്ട് ഇവിടം വരുന്നു വന്നാ മതി. നിങ്ങളെ കാണുന്ന തന്നെ അച്ഛന് മധുരം കഴിച്ച പോലെ. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അച്ഛനെ കാണാൻ വരാം കേട്ടോ. എന്നാ ശരി. എന്നാലേ മക്കള് ഫോൺ ശാലിക്ക് കൊടുത്തേ. അച്ഛാ പറഞ്ഞു. മോളെ, നിങ്ങൾ റെഡി ആയിക്കോ. അവനെ പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ ഏറ്റ്. ശരി അച്ഛാ. ശരി, ഓക്കെ. അപ്പൊ ഞങ്ങള് റെഡി ആവട്ടെ അമ്മേ? വാ പപ്പി. എന്താ സാറേ ശാലിനി കുഞ്ഞ് പറഞ്ഞത്? എടോ, അവര് ടൂർ പ്ലാൻ ചെയ്യുവാടോ. ആണോ? ഈ വിഷ്ണുവിനെ സമ്മതിപ്പിക്കുന്ന ജോലിയെ എനിക്കാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം സാർ. അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ.